പട്ടാമ്പി കീഴായൂർ ഗ്രാമത്തെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം. വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലും മോഷണം നടന്നു. 3 മോഷ്ടാക്കൾ ആയുധങ്ങളുമായി വിലസുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി കീഴായൂർ സെന്ററിലെ VPM സ്റ്റോർ, ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള PKM സ്റ്റോർ, മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്കാണ് സംഭവം. 3 മോഷ്ടാക്കൾ കമ്പിയും മറ്റ് ആയുധങ്ങളുമായി റോഡിലൂടെ വിലസുന്നതും മോഷണം നടത്തുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. 2 വ്യാപാര സ്ഥാപനങ്ങളിലെയും ഗ്രില്ലിന്റെ പൂട്ടും ഷട്ടറും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. രാവിലെ കട തുറന്നു കിടക്കുന്നത് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. പണം കടകളിൽ സൂക്ഷിക്കാതിരുന്നതിനാൽ കാര്യമായി ഒന്നും നഷ്ടമായിട്ടില്ല. സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കുന്നുണ്ടായത്. അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു 6 മണിക്കൂടെ വന്ന് നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് ഉണ്ട്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത്. അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടുന്നാണ് വരുന്നത്. 3 ആളുണ്ട്. അവർ ഒരാൾ ആ ഭാഗത്ത്, ഒരാൾ ഈ ഭാഗത്ത് നിന്ന്, ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുന്നുണ്ട്. പിന്നെ ഷട്ടറിൻ്റെ ലോക്ക് പൊടിച്ചിട്ട് കയറുന്നുണ്ട്. അതും CCTVയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവർ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ഒരുപാട് കുറച്ചേ നേരം നിന്ന് തിരയുണ്ട്. പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാഞ്ഞിട്ടാണ് എന്താണെന്നറിയില്ല. എന്തായാലും ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ കീഴായൂർ ഒരു ഏരിയയിൽ എല്ലാ പ്രദേശത്തും ഉണ്ട്. മുല്ലക്കൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. പൂട്ട് തകർത്ത് ഓഫീസിൽ കയറിയെങ്കിലും വില പിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല. പൂട്ടുപൊളിക്കുന്ന ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ നോക്കിയപ്പോൾ മോഷ്ടാക്കൾ ഓടിപ്പോകുന്നത് കണ്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പോലീസിനോട് പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുറത്തുള്ള വീട്ടിലെ ആളുകൾ എണീക്കുകയാണ് ചെയ്തത്. എണീറ്റിട്ട് ലൈറ്റ് ഇട്ടിട്ട് ജനൽ കൂടെ നോക്കിയപ്പോൾ 2 ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടു. അപ്പോൾ നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു, ഓഫീസ് പൊളിച്ചിരിക്കുന്നു. ഇത് രണ്ടും പൊളിച്ചിട്ടുണ്ട്. ഭണ്ഡാരത്തിന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു. അതാണ് ഉണ്ടായത്. കേസ് പരാതി പരാതി ഉണ്ട്. ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു. അപ്പം തന്നെ ഒരു 3 മണിയായപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. അപ്പം തന്നെ നോക്കിയിട്ട് പോയി. പിന്നെ രാവിലെ വീണ്ടും സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. ഒന്നുകൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മോഷ്ടാക്കൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അധികൃതർ അറിയിച്ചു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായില്ലെങ്കിലും ആയുധങ്ങളുമായി യാതൊരു കൂസലുമില്ലാതെയുള്ള മോഷ്ടാക്കളുടെ വിളയാട്ടത്തിൽ ഭീതിയിലായിരിക്കുകയാണ് ജനങ്ങൾ. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. NCV ന്യൂസ്, തൃത്താല. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.